ഹലോ, വെൽക്കം ടു ലൂബാസ് കിച്ചൻ. അപ്പോൾ ഞാനിവിടെ ഈ പൊരികടല കൊണ്ട് നല്ല ഈസി ആയിട്ട് ഒരു 5 മിനിറ്റ്സ് മതി നമുക്ക് അങ്ങനത്തെ ഒരു സ്വീറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് ദീപാവലി സ്പെഷ്യലായിട്ട് ഈ സ്വീറ്റും കൂടെ നമുക്ക് ഉണ്ടാക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഞാൻ ഈസി ആയിട്ടുള്ള റെസിപ്പീസാണ് ദീപാവലിക്ക് എല്ലാം അപ്ലോഡ് ചെയ്തത്. അതിന് ഞാൻ 1 കപ്പ് പൊരികടല എടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പും കൂടെ എടുക്കുന്നത്. നിങ്ങൾക്ക് 1 കപ്പ് മതി എന്നുണ്ടെങ്കിൽ 1 കപ്പ് എടുത്താൽ മതി. പക്ഷെ എനിക്ക് കുറച്ച് കൂടുതൽ വേണം, അതുകൊണ്ടാണ് ഞാൻ 1.5 കപ്പ് എടുത്തത്. ഞാൻ 1.5 കപ്പ് ഉണ്ടോ, ഒരു 1/2 കപ്പും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു 2 മിനിറ്റ് തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കണം. ചുമന്ന് പോകരുത്, കരിഞ്ഞു പോകരുത്, എങ്കിൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് മാലഡു ആണ്. മലാടെന്നും പറയും, മാലഡു എന്നും പറയും. ഓക്കെ, അപ്പോൾ എന്നിട്ട് ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, നല്ലൊരു സ്വീറ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിന് പകുതി പഞ്ചസാര, അതായത് ഇപ്പോൾ 1.5 കപ്പ് ഇട്ടെങ്കിൽ 3/4 കപ്പ് പഞ്ചസാര ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് മധുരം കൂടുതൽ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ 1 കപ്പ് പഞ്ചസാര ചേർക്കാം. ഇല്ല, ചിലരാണെങ്കിൽ 1.5 കപ്പ് പൊരികടലയ്ക്ക് അതേപോലെ 1.5 കപ്പ് പഞ്ചസാര ചേർക്കുന്നവരും ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ പഞ്ചസാര കുറച്ച് ചേർക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ അളവ് പറഞ്ഞത്. നിങ്ങൾക്ക് പഞ്ചസാര കൂടുതൽ വേണമെങ്കിൽ ചേർത്തോളാം. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഞാൻ ഗ്യാസ് ഓൺ ചെയ്തു, മീഡിയം ഫ്ലെയിമിൽ വെച്ചോണേ. ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി കേട്ടോ. പിന്നെ ചിലർ ചൂടാക്കാതെ തന്നെ അതുപോലെ ഇട്ട് പൊടിച്ച് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ ചൂടാക്കുമ്പോൾ നമുക്കെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ മാലിട്ട് നമ്മൾ കഴിച്ച് നോക്കിയിട്ടുണ്ടോ, പിന്നെ ഒട്ടിപ്പിടിക്കും പായൽ കഴിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുന്നത്. ഒരു 2 മിനിറ്റ് മാത്രം ഒന്ന് ചൂടാക്കിയാൽ മതി കേട്ടോ. അപ്പം ഞാനിത് 2 മിനിറ്റ് ചൂടാക്കിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നേ. ഇത് തണുത്ത ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഞാൻ ആ പൊരികടല മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം. അത് നല്ല ഫൈൻ പൗഡറായിട്ട് വേണം എടുക്കാനേ. ഞാൻ അത്രയും ഇതിലിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു 3/4 കപ്പ് പഞ്ചസാര, ഞാൻ പറഞ്ഞ പോലെ പഞ്ചസാര കൂടുതൽ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ചേർത്തോളാം. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു 6 ഏലക്ക ഇട്ട് കൊടുക്കുന്നു. ഞാനിപ്പോൾ 1.5 കപ്പിനുള്ള അളവാണ് കാണിക്കുന്നത് കേട്ടോ. 6 ഏലക്ക ഇട്ട് കൊടുക്കുന്നു. ഇതെല്ലാം കൂടെ നമുക്ക് ഫൈൻ പൗഡറായിട്ട് പൊടിക്കണം, പൊടിച്ചിട്ട് അരിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഒരു അരിപ്പയിൽ ഇട്ട് കൊടുത്തിട്ട് അരിച്ചെടുക്കുക. അതിൽ തരിയെല്ലാം ഉണ്ടെങ്കിൽ മാറി കിട്ടാനാണ്. നമ്മൾ അതിങ്ങനെ ബോളുകളാക്കുമ്പോൾ, അതായത് ലഡു ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ തരിയിലിരിക്കുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇതുപോലെ കുറച്ച് പൊടി പോലെ കാണും. അതിന് വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത്. ഇതും കൂടെ അരിച്ചെടുക്കാം. അപ്പം ഞാനത് മുഴുവനും അരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഞാനൊരു 1/4 കപ്പ് നെയ്യ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് ചൂടാക്കണം. 1/4 കപ്പ് എന്ന് പറയുമ്പോൾ 100 ഗ്രാം കുറച്ച് കൂടുതൽ വരും. കുറച്ചുകൂടെ നെയ്യ് ആവശ്യം വന്നെങ്കിൽ അതുകൂടെ നമ്മൾ ചേർക്കേണ്ടി വരും. ഇപ്പം ഞാൻ 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാക്കിയിട്ട് വരാം. അപ്പോൾ കണ്ടോ, നെയ്യ് ഞാൻ ഉരുക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഉരുക്കി എടുത്താൽ മതി, വേറെ അതൊന്നുമില്ല. എന്നിട്ട് നമുക്കിത് ഈ ചെറിയ ചൂടോടുകൂടി ഇതിൽ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള മിക്സ്, ഈ പഞ്ചസാരയും പൊരികടലയും കൂടെ അതിൽ ഒഴിച്ചിട്ട് പിന്നെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ചെറിയ ബോളുകളാക്കി ഉരുട്ടിയെടുക്കണം. ഇത്രയേ ഉള്ളൂ പണി. നല്ല സ്വീറ്റുമാണ്, നല്ല ടേസ്റ്റുമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ കുറച്ചായിട്ട് നെയ്യ് ഒഴിച്ചിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 3/4 ഭാഗം ഒഴിച്ച് ചേർത്ത് കഴിഞ്ഞു. എനിക്ക് ചെറിയ ചൂടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത് കേട്ടോ. കുറച്ചുകൂടെ നെയ്യ് വേണ്ടി വന്നാൽ കുറച്ചുകൂടെ ചേർക്കേണ്ടി. ഞാൻ നെയ്യും ഷുഗറും എല്ലാം കുറച്ചാണ് ചേർക്കുന്നത്. നമുക്ക് പിന്നെ ഇതിൽ കൂടിയാലും കുഴപ്പമാണ് കേട്ടോ, നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റത്തില്ല. കുറഞ്ഞാലും അതുപോലെയാണ്. ശരിക്കും ഇങ്ങനെ ഉരുട്ടിയെടുക്കണമല്ലോ. അപ്പോൾ ബാക്കിയുള്ള നെയ്യ് കൂടെ ഞാൻ ചേർക്കുകയാണേ.
നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നു കേട്ടോ. പക്ഷേ നമ്മൾ 1/4 കപ്പ് എടുത്തത് തികയത്തില്ല. 1 കപ്പ് മാവിനാണെങ്കിൽ 1/4 കപ്പ് മതിയായിരുന്നു. നമ്മളിപ്പോൾ 1.5 കപ്പാണ് പിന്നെ കടല എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഉരുട്ടി നോക്കി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 1 കപ്പ് പൊരികടല എടുക്കുകയാണെങ്കിൽ 1/4 കപ്പ് നെയ്യ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ 1.5 കപ്പ് എടുത്തുകൊണ്ട് അതിൻ്റെ ഒരു പകുതിയും കൂടെ ചേർക്കണം. ഞാനൊരു 3-4 ടേബിൾ സ്പൂൺ നെയ്യ് കൂടുതൽ ചേർത്തിട്ടുണ്ട് ഇതിൽ. എന്നിട്ടാണ് ഇങ്ങനെ ഉരുട്ടാൻ പറ്റിയത്. ഇനിയിപ്പോൾ നമ്മൾ നല്ല ടൈറ്റായിട്ട് പിടിക്കണം കേട്ടോ. ടൈറ്റായിട്ട് പിടിക്കണം. ഇത്രയേ ഉള്ളൂ ജോലി, കഴിഞ്ഞു. ഇതുപോലെ ഇനി ബോളുകളാക്കി വെച്ചാൽ മതി. പിന്നെ ചിലരാണെങ്കിൽ കാഷ്നട്ടും ഡ്രൈ ഗ്രേപ്സും കൂടെ വറുത്തതിൽ ചേർക്കും. ഞാനിപ്പോൾ അങ്ങനെ ചേർക്കുന്നില്ല. കണ്ടോ, നമ്മുടെ മാലഡു റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഉരുട്ടി വയ്ക്കാം. നമ്മളിങ്ങനെ ഉരുട്ടാൻ നേരത്ത് നമ്മുടെ കയ്യിൽ വേണമെങ്കിൽ കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് ഉരുട്ടിയെടുക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെന്ന് തോന്നുകയാണെങ്കിൽ കൈ കഴുകിയിട്ട് ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകിയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഈ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഉരുട്ടി കൊടുക്കുമ്പോൾ അതിൻ്റെ ഷേപ്പ് നല്ല രീതിയിൽ ആയി കിട്ടും. അപ്പം ഞാൻ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ചെയ്ത് വയ്ക്കാം. ഇങ്ങനെ ഉരുട്ടി ലഡുവാക്കി എടുക്കുമ്പോഴേ നല്ല ടൈറ്റായിട്ട് നല്ല ഇറുക്കത്തിന് ഇങ്ങനെ ശരിക്കും പിടിക്കണം കേട്ടോ. അപ്പോൾ കണ്ടോ, നമ്മുടെ മാലഡു റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് അല്ലേ? അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ദീപാവലിക്ക് നിങ്ങൾ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികൾക്കായാലും നല്ല ഇഷ്ടപ്പെടും. എന്നുവെച്ചാൽ നമ്മൾ നെയ്യും പഞ്ചസാരയും പൊരികടലയും വേറെ ഒരു കാര്യം നമ്മളിതിൽ കൂടുതലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ജോലിയും വളരെ എളുപ്പമാണ്. ഓക്കെ, ഒരു 5 മിനിറ്റ് മതി പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം. ഓക്കെ, താങ്ക് യു.